ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ദേവേന്ദോസ് വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നവംബർ 14 ശിശുദിനമാണല്ലോ. ചാച്ചാജിയെ കുറിച്ചറിയാൻ ഇതാ ഒരു ചെറിയ ഡോക്യുമെൻ്ററി. അപ്പോൾ നമുക്ക് ഡോക്യുമെൻ്ററിയിലേക്ക് പോകാം. നെഹ്റു കുട്ടികളെ വളരെയധികം സ്നേഹിച്ചിരുന്നു. പൂക്കളെയും കുഞ്ഞുങ്ങളെയും സ്നേഹിച്ച നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നവംബർ 14. കുട്ടികളോടുണ്ടായ വാത്സല്യം മുൻനിർത്തി നെഹ്റുവിൻ്റെ ജന്മദിനം നമ്മൾ ശിശുദിനമായി ആഘോഷിക്കുന്നു. കുട്ടികൾ രാഷ്ട്രത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളാണെന്ന് നെഹ്റു വിശ്വസിച്ചിരുന്നു. ജവഹർ എന്നാൽ രത്നം എന്നാണ് അർത്ഥം. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എല്ലാ അർത്ഥത്തിലും ഒരു രത്നമായിരുന്നു. രാഷ്ട്രതന്ത്രജ്ഞൻ, തത്വജ്ഞാനി, ചരിത്രകാരൻ, സാഹിത്യകാരൻ, ഭരണാധികാരി തുടങ്ങി നിരവധി രംഗങ്ങളിൽ പ്രഭ ചൊരിഞ്ഞ ഉജ്ജ്വല വ്യക്തിത്വമായിരുന്നു നെഹ്റുവിൻ്റേത്. 18-ാം നൂറ്റാണ്ടിൽ കാശ്മീരിൽ നിന്ന് അലഹബാദിലേക്ക് കുടിയേറിയ ബ്രാഹ്മണ കുടുംബത്തിൽ 1889 നവംബർ 14 നെഹ്റുവിൻ്റെ ജനനം. സ്വാതന്ത്ര്യ സമര സേനാനിയും നിയമ വിദഗ്ധനുമായ മോത്തിലാൽ നെഹ്റുവിൻ്റെയും സ്വരൂപ റാണിയുടെയും 3 സന്താനങ്ങളിൽ മൂത്ത പുത്രനാണ് നെഹ്റു. ജവഹർലാൽ നെഹ്റുവിന് 2 സഹോദരിമാരുണ്ടായിരുന്നു, വിജയലക്ഷ്മി പണ്ഡിറ്റും കൃഷ്ണ ഹർതീർ സിംഗും. പ്രതികൂല സാഹചര്യത്തിൽ വളർത്തപ്പെട്ട നെഹ്റുവിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം യൂറോപ്പിൽ അധ്യാപകരുടെ കീഴിൽ വീട്ടിൽ വെച്ചാണ് നടത്തിയിരുന്നത്. ഫെർഡിനാൻഡ് ടി ബ്രൂക്സ് എന്ന ഐറിഷ് അധ്യാപകനിൽ നിന്നും പ്രചോദനമുൾക്കൊണ്ട് നെഹ്റു 13-ാമത്തെ വയസ്സിൽ തിയോസഫിക്കൽ സൊസൈറ്റിയിൽ അംഗമായി ചേർന്നു. ഉന്നത വിദ്യാഭ്യാസത്തിനായി 1905 നെഹ്റു കുടുംബാംഗങ്ങൾക്കൊപ്പം ലണ്ടനിലേക്ക് കപ്പൽ കയറി. 15-ാം വയസ്സിൽ നെഹ്റു ഇംഗ്ലണ്ടിലെ പ്രശസ്ത ഹാരോ പബ്ലിക് സ്കൂളിൽ ചേർന്നു. 7 വർഷത്തെ വിദേശവാസത്തിനു ശേഷം നെഹ്റു 1912 ഇന്ത്യയിൽ തിരിച്ചെത്തി. പിതാവിനോടൊപ്പം അലഹബാദ് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ആരംഭിച്ചു. 1916 നെഹ്റു കമല കൗളിനെ വിവാഹം കഴിച്ചു. 1917 ഏകപുത്രി ഇന്ദിരാ പ്രിയദർശിനി ജനിച്ചു. 1936 കമല നെഹ്റു അന്തരിച്ചു. തിളയ്ക്കുന്ന ദേശീയബോധവും സമരാവേശവും നെഹ്റുവിനെ രാഷ്ട്രീയത്തിലെത്തിച്ചു. സ്വയംഭരണ പ്രസ്ഥാനമാണ് നെഹ്റുവിനെ ആദ്യം ആകർഷിച്ചത്. താമസിയാതെ നെഹ്റു കോൺഗ്രസിൽ ചേർന്നു. മഹാത്മാഗാന്ധിയുടെ വ്യക്തിപ്രഭാവത്തിലും നേതൃത്വത്തിലും ആകൃഷ്ടനായ നെഹ്റു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് സജീവമായി പ്രവർത്തനം ആരംഭിച്ചു. 1916 കോൺഗ്രസിൻ്റെ ലക്നൗ വാർഷിക സമ്മേളനത്തിലാണ് നെഹ്റു ഗാന്ധിജിയെ ആദ്യമായി കാണുന്നത്. ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായത്. ഒരു കുടുംബത്തിലെ 3 പേർക്ക് ഭാരതരത്നം ലഭിക്കുക എന്ന അത്യപൂർവ ബഹുമതി നേടിയത് നെഹ്റു കുടുംബമാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് 1955 മകൾ ഇന്ദിരാഗാന്ധിക്ക് 1971 ഇന്ദിരാഗാന്ധിയുടെ മകൻ രാജീവ് ഗാന്ധിക്ക് 1991 ഭാരതരത്നം ലഭിച്ചിട്ടുണ്ട്. നെഹ്റു 1921 ഖിലാഫത്ത് പ്രക്ഷോഭത്തെ തുടർന്ന് അറസ്റ്റ് വരിക്കുകയും
ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. 1921 മുതൽ 45 വരെയുള്ള കാലഘട്ടത്തിൽ വിവിധ കുറ്റങ്ങളുടെ പേരിൽ 9 വർഷം അദ്ദേഹം കാരാഗൃഹത്തിലായിരുന്നു. 1930 ഉപ്പു നിയമത്തിനെതിരെ സംഘടിപ്പിച്ച പ്രചാരണങ്ങളെ തുടർന്ന് നെഹ്റു അറസ്റ്റ് ചെയ്യപ്പെട്ടു. 1932, 1935 കാലഘട്ടങ്ങളിൽ വളരെ കുറച്ചു മാസങ്ങൾ മാത്രമാണ് നെഹ്റു ജയിലിന് പുറത്തുണ്ടായിരുന്നത്. 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തെ തുടർന്ന് 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് മറ്റു ഉന്നത കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം നെഹ്റു ജയിലിലായി. ഫോർട്ട് ജയിലിൽ 3 വർഷം നീണ്ടുനിന്ന ജയിൽവാസത്തിനു ശേഷം 1943 ജൂലൈയിൽ അദ്ദേഹം ജയിൽ മോചിതനായി. ജയിൽ ജീവിതം നെഹ്റു എഴുത്തിനും വായനയ്ക്കുമായി ഉപയോഗിച്ചു. തടവറയിൽ വച്ചാണ് നെഹ്റുവിൻ്റെ പ്രശസ്ത കൃതികൾ രചിക്കപ്പെട്ടത്. ജയിൽവാസ കാലത്ത് മകൾ ഇന്ദിരയ്ക്ക് അയച്ച കത്തുകൾ സമാഹരിക്കപ്പെട്ടതാണ് ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. 1930 നവംബർ 19 ഇന്ദിരാഗാന്ധിയുടെ 13ാം ജന്മദിനത്തിലായിരുന്നു പിറന്നാൾ സമ്മാനമായി ജയിലിൽ കഴിയുന്ന നെഹ്റുവിൻ്റെ ആദ്യ കത്ത് ലഭിച്ചത്. ഈ എഴുത്തൊരു തുടക്കം മാത്രമായിരുന്നു. പിന്നീട് 1933 വരെ വിവിധ ജയിലുകളിൽ നിന്നായി ധാരാളം കത്തുകൾ നെഹ്റു മകൾക്കെഴുതി. 1931 പിതാവിൻ്റെ മരണശേഷം നെഹ്റു കോൺഗ്രസിൻ്റെ കാതലായ കൗൺസിലുകളിലെല്ലാം ഭാഗഭാഗത്വം വഹിക്കുകയും മഹാത്മാഗാന്ധിയുടെ അടുത്ത സ്നേഹിതനും വിശ്വസ്ത അനുയായിയുമായി മാറുകയും ചെയ്തു. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് നെഹ്റുവാണ്. 1946 സെപ്റ്റംബർ 2 രൂപീകരിച്ച ഇടക്കാല ഗവൺമെൻറ്റിൻ്റെ ഉപാധ്യക്ഷനായി നെഹ്റു തിരഞ്ഞെടുക്കപ്പെട്ടു. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതോടുകൂടി നെഹ്റു ആദ്യത്തെ പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തി. ഇന്ത്യൻ സാംസ്കാരികവും വ്യാവസായികവുമായ പുരോഗതിയുടെ അടിത്തറ പാകിയ നെഹ്റുവാണ് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തി. ഒരു കുടുംബത്തിലെ 3 പേരെ സ്മാരക സ്റ്റാമ്പിലൂടെ തപാൽ വകുപ്പ് ആദരിക്കുക എന്ന അപൂർവ ബഹുമതിക്ക് അർഹമായത് നെഹ്റു കുടുംബമാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആരാധകനായിരുന്ന നെഹ്റു UN-ന്റെ എല്ലാ സമാധാന പ്രവർത്തനങ്ങൾക്കും തൻ്റെ ഹാർദവമായ പിന്തുണ നൽകി. 1964 മെയ് മാസം 27-ാം തീയതി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ തന്നെ നെഹ്റു ദിവംഗതനായി. നെഹ്റു ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ വ്യാവസായിക ഇന്ത്യയെ മെനഞ്ഞെടുക്കാൻ ശ്രമിച്ചു. അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യ തലയുയർത്തി നിൽക്കുന്നതിനായി വളരെയധികം യത്നിച്ച ബഹുമുഖ പ്രതിഭയാണ് നെഹ്റു. നെഹ്റുവിനെ കുറിച്ച് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞു: ഏതാനും വർഷങ്ങളായി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു, ഇപ്പോഴും പറയുന്നു, ജവഹർലാൽ ആയിരിക്കും എൻ്റെ പിൻഗാമി എന്ന്. എൻ്റെ ഭാഷ തനിക്ക് മനസ്സിലാവില്ലെന്നും അദ്ദേഹം പറയുന്ന ഭാഷ എനിക്കന്യമാണെന്നും അദ്ദേഹം പറയുന്നു. ഇത് ശരിയാകാം, അല്ലാതിരിക്കാം. എന്നാൽ ഹൃദയങ്ങൾ തമ്മിലുള്ള ഐക്യത്തിന് ഭാഷ ഒരു തടസ്സമല്ല. എനിക്കറിയാം, ഞാൻ പോയി കഴിഞ്ഞാൽ അദ്ദേഹം എൻ്റെ ഭാഷ സംസാരിക്കാൻ തുടങ്ങുമെന്ന്. യൗവനത്തിൻ്റെയും വിജയാഹ്ലാദത്തിൻ്റെയും കാലത്തെയും അപ്രതിരോധ്യമായ സമരവീര്യത്തെയും
സ്വാതന്ത്ര്യ ലക്ഷ്യത്തോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത കൂറിനെയും പ്രതിനിധീകരിക്കുന്ന ഋതുരാജനാണ് ജവഹർലാൽ നെഹ്റു എന്ന് ടാഗോർ നെഹ്റുവിനെ വിശേഷിപ്പിച്ചു. ജവഹർലാൽ നെഹ്റു ഇന്ത്യയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു: ഇന്ത്യയെ സേവിക്കുക എന്നു പറഞ്ഞാൽ ദുരിതമനുഭവിക്കുന്ന ദശലക്ഷക്കണക്കിനുള്ളവരെ സേവിക്കുക എന്നാണർത്ഥം. ദാരിദ്ര്യം, അജ്ഞത, രോഗങ്ങൾ, അവസര സമത്വമില്ലായ്മ ഇവയെല്ലാം അവസാനിപ്പിക്കൽ എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നമുക്ക് കഠിനമായി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ. ഞാൻ മരിച്ചാൽ എൻ്റെ ശരീരം ദഹിപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഏതെങ്കിലും വിദേശ രാജ്യത്തു വെച്ചാണ് മരണം സംഭവിക്കുന്നതെങ്കിൽ ശവദാഹം അവിടെ നടത്തിയ ശേഷം ചിതാഭസ്മം അലഹബാദിലേക്ക് കൊണ്ടുവരണം. അതിൽ നിന്ന് ഒരു ചെറുപിടി ഗംഗയിൽ ഒഴുക്കണം. ചിതാഭസ്മം അലഹബാദിൽ വെച്ച് ഗംഗയിൽ ഒഴുക്കണം എന്ന എൻ്റെ ആഗ്രഹത്തിന് മതപരമായ യാതൊരർത്ഥവുമില്ല. ആ വിധത്തിലുള്ള യാതൊരു വികാരവും ഇക്കാര്യത്തിൽ എനിക്കില്ല. അലഹബാദിലെ ഗംഗയിലും യമുനയിലും കുട്ടിക്കാലത്തെ ഞാൻ ആകൃഷ്ടനായിരുന്നു. വളരും തോറും ഈ നദികളുമായുള്ള അടുപ്പം വളർന്നു വന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഗംഗ ഒരു പ്രതീകമാണ്. ഇന്ത്യയുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ്. അത് വർത്തമാനത്തിലൂടെ ഭൂമിയുടെ മഹാസമുദ്രത്തിലേക്ക് ഒഴുകിമറയുന്നു. അത് എൻ്റെ ചിതാഭസ്മത്തിൽ നിന്ന് ഒരു പിടി ഗംഗയിൽ ഒഴുക്കണം. അങ്ങനെ അത് ഇന്ത്യയുടെ കരകളെ തഴുകി നിൽക്കുന്ന മഹാസമുദ്രത്തിൽ ചെന്നു ചേരണം. ചിതാഭസ്മത്തിൻ്റെ ബാക്കി ഭാഗം ഒരു വിമാനത്തിൽ നിന്നും കർഷകർ ഉഴുതുമറിക്കുന്ന ഇന്ത്യയിലെ വയലേലകളിൽ വിതരണം. അങ്ങനെ അത് ഇവിടത്തെ മണ്ണിലും പൊടിയിലും ലയിച്ചു ചേരട്ടെ. ഇതായിരുന്നു നെഹ്റുവിൻ്റെ അന്ത്യാഭിലാഷം. ഇന്ത്യയെ കണ്ടെത്തൽ, ഇന്ത്യയിൽ 18 മാസം, വിശ്വചരിത്രാവലോകനം, ഇന്ത്യയും ലോകവും, മഹാത്മാഗാന്ധി, സോവിയറ്റ് റഷ്യ, ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിലേക്ക്, ഇന്ത്യയുടെ ഏകത, ഒരു കൂട്ടം പഴയ കത്തുകൾ എന്നിവയാണ് നെഹ്റുവിൻ്റെ പ്രധാന കൃതികൾ.